إلى حضرة نبينا وسيدنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. وإلى حضرات آله وأهل بيته وخلفائه الراشدين المهديين وأزواجه الطاهرات أمهات المؤمنين وسائر الصحابة والتابعين رضي الله عنهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى حضرة شيخنا وغوثنا غوث الأعظم قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره. وإلى حضرة شيخنا شمس دائرة العرفان الشيخ أبي الفضل السيد محمد جلال الدين البخاري قدس الله سره. وإلى حضرة سائر مشايخنا في السلسلة القادرية والرفاعية والجستية والنقشبندية قدس الله أسرارهم ونفعنا بهم. الفاتحة. أعوذ بالله من الشيطان الرجيم. അപ്പോ നമ്മൾ എവിടെ ഇരിക്കുന്നേ? എവിടെ ഇരിക്കണത്? നിങ്ങൾ പറയണില്ലല്ലോ. പള്ളിയിലാണ്. സ്വർഗത്തോപ്പിലാണ് ഇരിക്കണമെന്നാണ്. മാഷാ അല്ലാഹ്. സ്വർഗം ആരാണ്? സ്വർഗം ആരാണ്? നിങ്ങൾ പറഞ്ഞില്ല. സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആരാണ്? ഉറക്കെ, ഒന്നുകൂടെ ഉറക്കെ. ഇനി സ്വർഗം കിട്ടൂലടാ നിനക്ക് എന്ന് പറഞ്ഞാല് നിനക്ക് അള്ളാനെ കിട്ടൂല എന്നാണ് പറയണത്. അപ്പൊ കൽബിൽ വേദന വരണം അല്ലെ? അങ്ങനെയല്ലേ? മൂസാ നബി തൂരിസിനാ പർവ്വതത്തിലേക്ക് കയറാൻ പോയപ്പോ അള്ളാഹ് പറഞ്ഞെന്താ? നമ്മളെ പാട്ട് പാടിയത് ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവാ, അറിഞ്ഞതെല്ലാം എറിഞ്ഞുടച്ച് തൂരിസിനാമല കേറിവാ. ഇവിടെ നമ്മള് കുറെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇവിടെ വന്നേക്കണം അല്ലെ? അഹങ്കാരത്തിന്റെ, പരിധി വിട്ട ആർത്തിയുടെ, അങ്ങനെ കുറെ ഡ്രസ്സൊക്കെ നമ്മുടെ മേത്തുണ്ട്. ഇതൊക്കെ അഴിച്ചു വെച്ചാൽ നമ്മളിപ്പോ കുദസിലാണ്. നമ്മൾ ആരെ കാണാൻ വന്നതാ? ആരുടെ ദിക്റെല്ലാം വന്നത്? നമ്മള് അള്ളാനെ കിട്ടാൻ വന്നവരാ. അപ്പൊ പിന്നെ ആ സാധനം കഴിച്ചു വെക്കല്ലേ? കൽബിൽ ആര് മാത്രം? നമ്മൾ ഉറക്കെ പറയും, ആര് മാത്രം? വലദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും വലുത്, ഏറ്റവും വലുത് അള്ളാന്റെ ദിക്റാണ്. എന്താണ് ഏറ്റവും വലുത്? അള്ളാന്റെ ദിക്റാണ്. കെട്ടിയോക്ക് ഏറ്റവും വലുത് എന്താ? നിങ്ങള് 4 നേരം ഫുഡ് കൊടുക്കലാണോ ഒക്കെ ഏറ്റവും വലുത്? ആണോ? ആണോ? നിങ്ങൾ 4 നേരം ഫുഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇടക്കിടക്ക് ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്, അവൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട്, പക്ഷെ അവള് സാറ്റിസ്ഫൈഡ് അല്ല. എന്താ കാരണം? അവൾക്ക് അവളെ കെയർ ചെയ്ത് അവളുടെ ദിക്കറും ചൊല്ലി ഇടക്കിടക്ക് ഇങ്ങനെ നടക്കാൻ അവളുടെ പിന്നാലെ കെയറിങ്. ആരിഷ്ടപ്പെടുന്നുണ്ട്? നമ്മുടെ, നിങ്ങൾ പറയണില്ല, ആരിഷ്ടപ്പെടുന്നുണ്ട്? ആരിഷ്ടപ്പെടുന്നുണ്ട് മക്കള്? കെട്ടിയോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളൊക്കെ അല്ലാലൊക്കെ വെക്കല്ലേ? ഇതുപോലെ വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അവന്റെ ദിക്റാണ് അല്ലേ? ആ പാട്ടൊന്നും കൂടെ ഒന്ന് പാടി നോക്കിയേ.
ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറി വാ. എങ്ങോട്ട് കയറി വരാൻ? എന്റെ അടുത്തേക്ക് വാ മൂസ, എന്റെ അടുത്തേക്ക് വാ. എന്റെ അടുത്തേക്ക് വരണമെങ്കിൽ അല്ലാഹു അക്ബർ റെഡിയാക്കണം, ബാക്കിയൊക്കെ അവിടെ അഴിച്ചു വെക്കണം. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله. لا إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله. لا إلهي ناجنا واكشف جميع أذية واصرف مكائد العدا والطوف بأهل البدر يا الله صلاة الله. سلام الله. إلهي نافس القربى عن العاصين والعطبى وكل بلية ووبى بأهل البدر يا الله صلاة الله سلام الله. صلاة الله سلام الله. ഒരു ഉഷാറും കൂടെ വന്നായിരുന്നോ? ആ ട്യൂണും അറിയുന്നുണ്ടെന്ന് അങ്ങനെയാണ്, അതായിരിക്കും. ഉഷാറ് വരണം. 5 നേരം നമ്മൾ ആ ഉഷാറ് വരണേന്ന് കുറച്ചുകൂടെ ദ്വാരക്കണം. ഇഹ്ദിന സിറാത്തൽ, ഞങ്ങളെ എങ്ങടെത്തിക്കണം? ചൊവ്വായ പാതയിലെത്തിക്കണം എന്ന് പറഞ്ഞത്. ആ പാത ഏതാ? സിറാത്തല്ലദീന അൻഅംത, അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ പാത. ആ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നമ്മൾ ഉണ്ടോ? ആ പാതയിലാണെങ്കിൽ നമ്മൾ അവരെ കാണും, ഇല്ലേ? നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞില്ലേ, നമ്മൾ ഏത് വഴിയാണോ പോണത് ആ വഴിയിൽ നമുക്ക് അവരെ കാണാൻ പറ്റും. അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് നമ്മൾ പോണതെങ്കിൽ, അല്ലേ? നമുക്ക് രോഗം വന്നു. അയ്യൂബ് നബിക്കും രോഗം വന്നു. അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോ അയ്യൂബ് നബി എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ. നിങ്ങൾക്ക് രോഗം വരുമ്പോ നിങ്ങളും അൽഹംദുലില്ലാ പറഞ്ഞാൽ നിങ്ങൾ ആരെ കണ്ടുമുട്ടും? അയ്യൂബ് നബിയെ കണ്ടുമുട്ടും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ബദരീങ്ങളുടെ മദഹ് ചൊല്ലിയില്ലേ, ഇല്ലേ? ഈ ബദരീങ്ങളെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റും. ബദരീങ്ങൾ പട്ടിണിയായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഈമാൻ എന്ന വജ്രായുധം കൊണ്ട് അവർ പറഞ്ഞെന്താ? ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് ആരുണ്ട്. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമ്പോഴേ, കച്ചവടത്തിൽ ചെറിയ നഷ്ടം സംഭവിക്കുമ്പോൾ, ഒരു അപകടം പറ്റുമ്പോൾ, എനിക്ക് അല്ലാഹ് ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു നോക്കിയേ. നിങ്ങൾ ആരെ കണ്ടുമുട്ടാ വഴിയിൽ? ബദരീങ്ങളെ കണ്ടുമുട്ടും. നമുക്ക് പരാതിയും പരിപോക്കാണെങ്കിൽ ഗൈരിൽ മഗ്ദൂബി നമ്മളെ കണ്ടുമുട്ടുന്ന ആരെയാ? നമ്രൂദിനെയാണ്, ഫിറഔനെയാണ്, ഹാമാനെയാണ്, കാമാനെയാണ്, അല്ലേ? നമ്മൾ ഇത്ര നാൾ കണ്ടുമുട്ടിയത് ഇവരൊക്കെ. ഇതാണ് നമുക്ക് സമാധാനം കിട്ടാത്തത്. നമുക്ക് പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ കച്ചവടം പൊട്ടി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ, പടച്ചോൻ എന്നെ പിടിച്ചല്ലോ. നിങ്ങളപ്പാ സിറാത്തുല്ലദീന അൻഅംത അലൈഹിമിലല്ല ഉള്ളത്. എവിടെ ഉള്ളത്? ഗൈരിൽ കാറൂന്റെ മുമ്പിലുള്ളത്. നമ്മള് ചങ്കുകളാന്നേ പറയണേ. എന്നാ അവിടെ ബദരീങ്ങളെ കണ്ടു നോക്കിയേ. നിങ്ങൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിമിലെത്തി. അവരെ കാണും. ഇപ്പൊ നമ്മൾ ബാപ്പുസാന്റെ ഉദാഹരണം പറഞ്ഞില്ലേ? പാനയക്കുളം ബാപ്പുസാനെ കണ്ട എത്ര പേരുണ്ടെന്ന് വെച്ചപ്പോ കുറെ പേര് പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ ബാപ്പുസാദിന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, രോഗം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ അടുത്ത് ജീവിച്ച മഹാനാണ്. ആ മഹാനായ മനുഷ്യൻ ആ രോഗം വന്നപ്പോ എപ്പോഴെങ്കിലും
ഇടങ്ങേറായുള്ള പഠിച്ചോൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു പരാതിയും പരിഭവം പറഞ്ഞിട്ടുണ്ടോ? അൽഹംദുലില്ലാ. നമ്മളപ്പോ ആ വഴി നടന്ന് നമുക്കതുപോലൊരു പ്രയാസം വരുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ വാപ്പൂസാനെ കണ്ടു. അല്ലാത്തടത്തോളം നമ്മൾ ആരെ കണ്ടിട്ടില്ല? ബാപ്പുലിയാരെ കണ്ടിട്ടില്ല. നേർക്കണ്ണുകൊണ്ട് വെറുതെ കണ്ടിട്ട് കാര്യമില്ല, കൽബിന്റെ കണ്ണുകൊണ്ട്. അതല്ലേ അബൂജഹല്, അന്ധനായ അബൂജഹല് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഹഖീഖത്തെ മുഹമ്മദ് കണ്ടത് അബൂബക്കറിന്റെ സിദ്ദീഖ്, അവരെ പോലുള്ളവരാണ്. റസൂലുള്ളാഹിനെ കണ്ടത് അവരാ. റസൂലുള്ളാഹിനെ കാണണം. അപ്പോഴാണ് അത് ആ വൈരൽ മൗദൂബി അലൈഹിം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന വിഭാഗത്തിന്റെ തലവനാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കൽബുകൊണ്ട് കാണണം. നമ്മളിലുണ്ട്. വഅലമു അന്നഫീക്കും, നിങ്ങളിൽ റസൂലുള്ളാഹ് ഉണ്ട് എന്നാ ഖുർആൻ പറയണത്. നിങ്ങളിലുണ്ട്. അതും തിരിച്ചറിയണത് എപ്പോഴാ? നമ്മളെ വഴി നടക്കുമ്പോഴാണ്. റസൂലുള്ളാഹിനെ കാണുമ്പോഴേ നമ്മൾ തിരിച്ചറിയാം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ഈ സ്വലാത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നണേ? അവിടെ എന്താ നമുക്ക് തോന്നേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ ഒരു ആയത്തുണ്ട്. ഖുദ് ഇല്ലേ, നമ്മൾ പറഞ്ഞു ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ. ഖുദ് എന്ന് പറഞ്ഞ എന്താ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഖുദ്, എടുക്കൂ നബിയെ. എന്താ പറഞ്ഞത്? എടുക്കൂ നബിയെ. മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന്, അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് എടുത്തോ നബിയെ. സ്വദഖത്തൻ, ധാർമ്മികമായി. അങ്ങേക്ക് അവകാശമുള്ളൂ അവരുടെ പൈസ എടുക്കാനായിട്ട്, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കണ പൈസ എടുക്കാൻ എനിക്ക് അവകാശമുണ്ടോ? നിങ്ങളോട് ചോദിക്കാണ്ട് ഉണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ അവകാശമുള്ള ഒരാളാണ് ആര്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ അങ്ങനെ ഒരു അവകാശം കിട്ടാനുള്ള കാരണം? ഓർമ്മയുണ്ടോ? എന്തെടുത്താലും എന്റേതാക്കാൻ കഴിയില്ല എന്നും എന്റെ കയ്യിൽ നിന്ന് പോയാലും ഒന്നും നഷ്ടപ്പെടൂല എന്നും തിരിച്ചറിയണ ഒരാൾക്കാണ് എടുക്കാനുള്ള അവകാശം. എങ്ങനെ? എന്തെടുത്താലും എന്റേതാവൂല. കാരണം മിൽക്കിയത്ത് ആർക്ക് മാത്രമാണ്? അല്ലാഹുക്ക് മാത്രമാണ്. അല്ലേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി നിസ്കരിക്കാൻ നിന്നപ്പോ സ്വർണ്ണ നാണയം ഓർമ്മ വന്നു. വേഗം വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് ആ സ്വർണ്ണ നാണയം ദാനം ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അല്ലാഹു അക്ബർ. എന്റെ റബ്ബിനെ ഓർക്കുമ്പോ അല്ലേ, അല്ലാഹു അക്ബർ പറയുമ്പോ പിന്നെ കൽബിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകാൻ പാടുണ്ടോ? ഈ ദിക്ർ ഹൽക്കയിൽ നിങ്ങൾ ഇരിക്കുമ്പോ കൽബിൽ അല്ലയല്ലാതെ, അതാണ് അല്ലയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അല്ല ഉണ്ടാകണം. അല്ല ഉണ്ടാകണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പോണം. അള്ളാനെ മറപ്പിക്കുന്നതൊക്കെ മാറ്റി നിർത്തണം. അപ്പോഴാ അല്ലാഹു അക്ബർ ശരിയാവും. ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ. അങ്ങെടുത്തോ നബിയെ. അങ്ങെന്ത് ചെയ്യണം? അങ്ങെന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞില്ല, അങ്ങെന്ത് ചെയ്യണം? എടുക്കണം. എന്തിനെടുക്കാൻ പറഞ്ഞ നബി തങ്ങളോട്? തുത്തഹിറുഹും വതുസക്കിഹിം, അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി ആര് ദ്വാരക്കും? റസൂൽ ദ്വാരക്കും. അങ്ങയുടെ നോട്ടം, അതാണ് അവർക്ക് സമാധാനം. അതിന്റെ വിശദീകരണം എന്താന്ന് വെച്ചാല്, റസൂലുള്ളാഹി നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോ ആ എടുക്കപ്പെടുന്ന ആളുകൾ റസൂലുള്ളാഹിനെ ചേർത്ത് പിടിക്കുന്നവരാണെങ്കിൽ അവരുടെ മനസ്സിലെ സമാധാനം എന്തായിരിക്കും? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ ഇന്നലെ പറഞ്ഞു 10,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, 1000 രൂപ ഞാൻ ദാനം ചെയ്തു. എന്റെ സമാധാനം ഏതിലാ? ബാക്കിയുള്ള 9,000-ലാണ് അല്ലേ? എന്നാൽ റസൂലുള്ള എന്നിൽ നിന്ന് എടുത്താൽ എന്റെ സമാധാനം പൈസയിലല്ല, പിന്നെ എന്നെ എന്റെ റസൂലുള്ള പരിഗണിച്ചു എന്നുള്ളതിലാണ്. അല്ല, അങ്ങനെയല്ലേ?
അതാണ് വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. നിങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കൽബിന്റെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണും. റസൂലുള്ള പറയും പള്ളിക്ക് വേണ്ടി 50,000 കൊടുക്കണം. ഒരു പറച്ചിലുണ്ടാവുള്ളൂ, നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കലാണ്. ആ സമയത്ത് ആ പൈസയിലേക്കല്ല നോക്കുക, എന്റെ റസൂലുള്ള എന്റെ റസൂലുള്ള ആരുടേതാക്കി? റസൂലുള്ളാഹിന്റേതാക്കിയല്ലോ. അപ്പൊ ഞാൻ ഉസ്താദിന്റെ കാര്യം പറഞ്ഞില്ലേ, അബ്ബാസാജി 50,000 കൊടു, ആസാദാജി 50,000 കൊടു, അങ്ങനെ പറയുള്ളൂ. എന്നാ ആ സമയത്ത് ഉസ്താദിന് പകരം ഇപ്പൊ ഞാൻ പോയിട്ട് പറയാം ഹാജി 50,000, പൊന്നുസ്താദെ ടൈറ്റാണ്. ഉസ്താദ് പറഞ്ഞപ്പോ ടൈറ്റ് അവിടെ പോയി. ആ സമയത്ത് ഒരു പൈസയിലേക്കല്ല നോക്കിയത്, മറിച്ച് എന്റെ ഉസ്താദ്, ഞാൻ എന്റെ ഉസ്താദിന്റെ കുട്ടിയായല്ലോ എന്നാണ്. മനസ്സിലാക്ക്. ഇതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആ റൂട്ടിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റും. 3 ദിവസം പട്ടിണി കിടക്കുന്ന സിദ്ദീഖുൽ അക്ബർ 3 ദിവസം പട്ടിണിയാ, വിശന്നിട്ട് വയറിങ്ങനെ ഇരിയ, മുമ്പിലുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. നബി തങ്ങളെ കണ്ടപ്പോ തന്നെ വിശപ്പ് ഇല്ലാണ്ടായി. റസൂലുള്ളാഹിന്റേതാകുക എന്നുള്ളതാണ്. ഈദ്ഗാഹിലേക്ക് പോണ വഴിക്ക് ഒരു ചെറിയ കുട്ടി, വാപ്പായും ഉമ്മായും ഇല്ലാത്തൊരു കുട്ടീനെ കണ്ടില്ലേ അല്ലേ? ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് റസൂലുള്ള വീട്ടിലേക്ക് വരികയാണ്. കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ധരിച്ചപ്പോ അവിടെയുള്ള കുട്ടികൾ മുഴുവൻ ദ്വായിരുന്നു, പടച്ചോനെ ഞങ്ങളുടെ വാപ്പാനെയൊക്കെ മരിപ്പിക്കണേ. എന്തേ കാരണം എന്താ? റസൂലുള്ളാഹിന്റേതാകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ യത്തീമായ ഞങ്ങൾ ആരെ ഏറ്റെടുക്കും? റസൂലുള്ള ഏറ്റെടുക്കും. ഞങ്ങളുടെ വാപ്പായൊക്കെ വേഗം മരിക്കണം പടച്ചോനെ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റേതാവണം അല്ലേ? റസൂലുള്ളാഹിന്റേതാവുക, ആ ബോധ്യമാണ് നമുക്കൊക്കെ വേണ്ടത്, ആ മഹബത്താണ് നമുക്കൊക്കെ വേണ്ടത്. എന്തൊരു ആസ്വാദനാണ് അതിന് അല്ലെ? ആ ബോധ്യത്തിൽ തന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അഹ്മദുല്ലാഹൽ വലി ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ റസൂലുള്ളാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത يا حي يا قيوم لا إله إلا أنت يا حي يا قيوم إلهي أظهر إلى ظاهري سلطان لا إله إلا الله إلهي أظهر إلى ظاهري سلطان لا إله إلا الله إلهي أظهر إلى ظاهري سلطان لا إله إلا الله وحقق باطني بحقائق لا إله إلا الله وحقق باطني بحقائق لا إله إلا الله وحقق باطني بحقائق لا إله إلا الله
വസ്തഗ്രിഖ് ഫീക ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്രിഖ് ഫീക ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ് أوقفت العمر عليه بمديح بين يديه فوضت الأمر إليه فاختر لرسول الله صلى الله നിക്ക് അത് ആ ഒരു സംഗതി വരുന്നില്ല. ഒരു അല്ലേ, ഒരു ലോസ് ഓഫ് മഹബത്ത്. ആരോടാ സ്വലാത്ത് എല്ലാം പറഞ്ഞത്? സ്വലാത്ത് എല്ലാം പറഞ്ഞത് ആരോടാ? എല്ലാരോടാണോ? ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? യാ അയ്യുഹൻ നാസ് എന്നാണോ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ. ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളോടാണ് എന്ത് പറഞ്ഞത്? മുസ്ലിങ്ങളോടല്ല. ആരോടാ പറഞ്ഞത്? മുഅ്മിനീങ്ങളോടാ പറഞ്ഞത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം. സ്വന്തം നഫ്സിനേക്കാൾ റസൂലുള്ളാനെ പ്രണയിക്കുന്നവരാണ് ആര്? മുഅ്മിനീങ്ങള്. അല്ലാത്തവർക്ക് കെട്ടിയോളും പിള്ളേരും ഒക്കെ കഴിഞ്ഞിട്ടേ സ്വലാത്തും റസൂലുള്ളാഹിക്ക് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? എന്നാൽ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. അവരുടെ ഏറ്റവും വലിയ വിശേഷണം എന്താ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം നഫ്സിനേക്കാൾ അവർക്ക് വലുതാരാ? റസൂൽ. അവരോടാണ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആർക്കേ പറ്റുള്ളൂ. അതാണ് അബൂജഹലിന് ആരെ കാണാൻ പറ്റാതെ പോയത്? റസൂലുള്ളാഹിനെ കാണാൻ പറ്റാതെ പോയത്. ഇപ്പൊ ചിലര് റസൂലുള്ളാഹിനെ, അതായത് എല്ലാ ആയത്തുകളും ചില ആളുകൾ ഓതുന്നത് റസൂലുള്ളാഹിനെ ചെറുതാക്കാനാണ്. ഒരു ആയത്തിൽ ഇന്നക്കല തുഹ്ദീ മയ്യശ, അങ്ങനല്ലേ? അങ്ങുദ്ദേശിച്ചവരെ ഹിദായത്താക്കാൻ അങ്ങേ കൊണ്ട് പറ്റൂല നബി. അപ്പൊ ചിലര് പറയാം, കണ്ടില്ലേ, നബിക്ക് പോലും ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല. ഈ റസൂലുള്ളാഹിയിലൂടെ എല്ലാം നമുക്ക് ഹിദായത്ത് കിട്ടിയത്. എന്തുകൊണ്ടാ അങ്ങനെ ഒരു ആയത്തിറങ്ങാനുള്ള കാരണം എന്തായിരിക്കും? അതിലും പ്രണയാണ്, അള്ളാന്റെ ഒരു പ്രണയമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നക്കലാ തുഹ്ദീ മയ്യശ, അങ്ങുദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങേ കൊണ്ട് പറ്റൂല നബി. എന്താ കാരണം? ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? ഉണ്ടോ? നമ്മൾ പറയും. അബൂജഹലിന് രോഗം വന്നപ്പോ ആദ്യം കാണാൻ ഇറങ്ങി ഓടിയതാരാ? സയ്യിദുന. ഈ നബിയുടെ കയ്യിലേക്ക് ഹിദായത്ത് കൊടുത്താൽ നബി എന്ത് ചെയ്യും? ഇവിടെ കാഫിർ മുശ്രിക്ക് ഉണ്ടാവോ? റഹ്മത്തുല്ലിൽ ആലമീനല്ലേ, ലോകത്തുള്ള എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുവാര് സയ്യിദുന റസൂലുള്ളാഹ്. പക്ഷെ പടച്ചോൻ അങ്ങനെ പടച്ചോന് കൊടുക്കണേനൊന്നും ഉണ്ടായിട്ടല്ല. പടച്ചോന്റെ വിഷയം എന്താന്ന് വെച്ചാൽ ഇവന്റെ കൽബിൽ റസൂലുള്ളാഹിനോടുള്ള ചിന്ത എന്താണ്? റസൂലുള്ളാഹിനെ കുറിച്ച് നല്ല സംഗതിയാണ് ഇവന്റെ കൽബിലുള്ളതെങ്കിൽ അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. സംഗതി മനസ്സിലായോ? ഇത് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചാലോ ഈ ലോകത്ത് മുശ്രിക്ക് കാഫിർ ഉണ്ടാവൂല. ചില ഭാര്യമാരുണ്ട്, ഒരു ഭർത്താവ് അത്ര ഫ്രീഡം കൊടുത്തേക്കുന്നുണ്ട്, അവരെന്ത് ചെയ്യും? ഒന്നും ചോദിക്കാൻ പറയില്ല, എല്ലാം കയ്യിൽ കിട്ടണൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കും. അപ്പൊ കെട്ടിയാൽ എന്താ പറയുക? നിന്റെ കയ്യിൽ പൈസ തരാൻ കൊള്ളൂലടി. അത് സ്നേഹത്തിന്റെ വർത്താനമാണത്, അല്ലേ? നബി അങ്ങയുടെ കയ്യിൽ ഹിദായത്ത് എന്നാൽ ശരിയാവൂല. അങ്ങ് കാണാൻ അബൂജഹലിനും ഉത്തുബത്തിന് ഷൈബക്കും ഒക്കെ അങ്ങോട്ട് വാരിക്കൂരി കൊടുക്കും. പക്ഷെ അമ്മമാരുടെ കൽബിൽ അങ്ങുണ്ടല്ലോ, അങ്ങില്ല. അങ്ങയോട് അവർക്ക് ദേഷ്യം. അതാണ് എന്റെ വിഷയം. അല്ലാഹു റബ്ബുൽ ആലമീൻ, എന്റെ വിഷയം അവിടെ കിടക്കണത്. അങ്ങയോട് ദേഷ്യമുള്ളവർക്കും അങ്ങെന്ത് ചെയ്യും? ഹിദായത്ത് കൊടുക്കും. ഞാൻ കൊടുക്കൂല. എന്റെ വിഷയം എന്താണ്? അവന്റെ കൽബിൽ അങ്ങയോട് ദേഷ്യമുണ്ട്. അതാണ് മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതു. എന്റെ വലിയനെ നിസാറാക്കിയാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് ഈ തൗബയില്ലാത്തൊരു സംഗതി ഉണ്ട്, അദബുകേട് എന്ന് പറയും. അദബുകേടിന് എന്തില്ല? അതായത് അത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കൂല. അവിടെയാണ് വിഷയം. തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹിനെ ഇപ്പൊ സാധാരണക്കാരനാക്കി, ഔലിയാക്കളെ കളിയാക്കി, ഇത് തൗഹീദിന്റെ അങ്ങേത്തലയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ തൗബക്കുള്ള ബാബ് ഉണ്ടാവുള്ളൂ. ഇത് പടച്ചവൻ അടച്ചു കളയും, ഹിദായത്ത് കൊടുക്കൂല. ഇത്ര ഗൗരവമാണ്. അപ്പൊ ചിന്തിച്ചു നോക്കി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ സ്വന്തത്തെക്കാൾ അവർക്ക് പ്രിയപ്പെട്ടത് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്.
അപ്പൊ പ്രണയം കൽബിൽ നിറഞ്ഞു നിൽക്കണം. ഉറക്കെ ചൊല്ലൂലേ, ഔഖഫ്തുൽ അമറ അലൈഹി بمديح بين يديه فوضت الأمر إليه فاختر لرسول الله صلى الله صلى الله على محمد فشعرنا به يسمعنا لم يكد الكون يسعنا رباه به فاجمعنا على حوض رسول الله صلى الله عليه وسلم وهناك أموت وأحيا والروح بطه تحيا فأكاد أناجي الباحيا في روض رسول الله صلى الله على محمد. എല്ലാ ദിക്റുകളുടെയും അടിത്തറയായ ഒരു ദിക്റുണ്ട്. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാതെ ഒന്നുമില്ല. അല്ലാതെ ആരാധനഗ്രഹം മാത്രമല്ല, എനിക്ക് അല്ലാതെ ആരുമില്ല. അതാണ് നമ്മൾ പലപ്പോഴും പറയുന്ന സംഗതി. ഇപ്പോ മഹാനായ CM വലിയുള്ളാഹി പറഞ്ഞൊരു വാക്ക് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് കരഞ്ഞത് എന്തുകൊണ്ടാ? ആയിരക്കണക്കിന് ആളുകൾ ദിനേന എന്നെ കാണാൻ വരുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടത് ദുനിയാവാൻ. ആർക്കും ആരെ വേണ്ട? അള്ളാനെ വേണ്ട. നമ്മുടെ അടുത്ത് മറവിട്ട് കിടക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ്. എത്ര പേര് സിയാറത്ത് ചെയ്യാൻ പോകുന്നുണ്ട്? എത്ര പേര് പോകുന്നുണ്ട്? എന്തിനാ ഈ ഔലിയാഇനെ സിയാറത്ത് ചെയ്യുന്ന? എന്തിനാ? നമുക്ക് അള്ളാനെ കിട്ടാനാണ്. അവരുടെ അടുക്കൽ പോയി നിൽക്കണം, അവരെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ അവരോട് ചോദിക്കേണ്ടത് ഈ കൽബൊന്ന് തുറന്നു തരാനാണ്. ദുനിയാവിലെ കഥയൊന്നും അല്ല പറയേണ്ടത്. അതൊക്കെ പിന്നെ. അവരത്രമേൽ ഉയരത്തിൽ നിൽക്കുന്നവർ നമുക്ക് വേണ്ടിയിട്ട് ഈ താഴേക്കിടയിൽ ഇല്ലേ? അള്ളാന്റെ ഔലിയാക്കളെ പോലും വേദനിപ്പിച്ച സംഭവമാണത്. എൻ്റെ അടുത്ത് വന്നവർക്കൊക്കെ എന്ത് മതി? ദുനിയാവ് മതി, അള്ളാനെ വേണ്ടാന്നാണ്. അള്ളാനെ കിട്ടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് അല്ലാതെ ആരുമില്ല. ഒരു 100 ദിക്ർ കൽബിൽ തട്ടിയിട്ട് ചൊല്ലൂലേ? ഉറപ്പല്ലേ? കൽബിൽ അള്ളാഹിനോടുള്ള പ്രണയം ഇങ്ങനെ നിറയണം അല്ലേ? ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞില്ലേ, അതായത് ഇപ്പോ വാബിസ്ഥാന്റെ ഭാര്യയുടെ പേരുന്നത് ഷഹന എന്നാണ്. അപ്പോൾ വാബിസ്ഥാദ് ഇങ്ങനെ ഭാര്യയുടെ അടുത്ത് പോയി നിന്നിട്ട് ഒരു തസ്ബീഹ് മാല കയ്യിലെടുത്തിട്ട് ഓരോ നോക്കിയിട്ട് ഷഹന 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 എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചോദിക്കുക? നിങ്ങളെന്തുട്ടി കേൾപ്പിക്കണോ മനുഷ്യ? ഒരു ഫീൽ വരുമോ? പക്ഷെ ഒരു തവണ കൽബിൽ തട്ടിയിട്ട് ഷഹന എന്നൊന്ന് വിളിച്ചാലോ അവിടെ വീഴൂലേ? ലൂസ് അങ്ങനെയല്ലേ? വീഴും. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഡെയിലി ചൊല്ലുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണുണ്ട്. ഒരെണ്ണമെങ്കിലും റബ്ബായിട്ട് കണക്ട് ആവണുണ്ടോ? വെറുതെ ചൊല്ലാനല്ല, ചൊല്ലുമ്പോ ആരുണ്ടാകണം? അതാണ് ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവ. നമ്മുടെ കൽബിലുള്ള അഹങ്കാരവും നമ്മുടെ കൽബിലുള്ള ആർത്തിയും കാമാർത്തിയും എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് അവിടെ അല്ല ഉണ്ടാകണം. ആ ഖുദ്സിന്റെ താഴ്വാരത്ത് നിൽക്കുന്നത് പോലെ എല്ലാം അഴിച്ചു വെച്ചിട്ട് വേണ്ടാത്തരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കൽബിൽ അല്ല നിറഞ്ഞു നിൽക്ക ചൊല്ലണം ലാ ഇലാഹ. എന്ത് രസായിരിക്കും അത്, എന്ത് രസായിരിക്കും അത്. ജദ്ദിദു ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും വലഖിനൂ മൗതാക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ
إله إلا الله لا 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 لا إله إلا الله 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 لا إله لا إله إلا الله 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 لا إله لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله شيل الله عبد القادر والمدد يا جيلاني باز الله أبا صالح يا صاحب البرهان الله 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 لو أمدادك يا جيلاني نظرة جيلانية أنت الباز رباني شيخ القادرية الله 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 حق الله الله وأمدادك يا رفاعي نظرة رفاعية شيخي بالعرج راعي أحباب صوفية الله 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 بحق لا إله إلا الله بحق لا إله إلا الله بحق لا إله إلا الله يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم أبدا على حبيب مي وعلي ضيق رسول الله جاهك بإذا الكريم تحلى باسمي منتقم مولاي ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي ഈ ദിക്റും റസൂലുള്ളാഹിന്റെ മദ്ഹൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ കൽബ് തുറന്നു കിട്ടണം. കൽബ് തുറന്നു കിട്ടണം. അള്ളാഹിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, അവന്റെ സ്വാലിഹ്യങ്ങളോടുള്ള സ്വഹബത്ത് കൊണ്ടല്ലാതെ ഒരിക്കലും ആ കൽബ് തുറക്കപ്പെടൂല. അപ്പൊ കൽബ് നമുക്ക് തുറന്നു തരണം റബ്ബുൽ ആലമീനായ തമ്പുരാൻ. എങ്കിലാണ് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുക. അല്ലെങ്കിൽ വരണ്ടുണങ്ങിയ മതത്തിന്റെ പിന്നാലെ നമ്മളിങ്ങനെ ഓടും.
കേവലം പരിഭാഷകൾ വായിച്ച് ഇതാണ് മതമെന്ന് തെറ്റിദ്ധരിച്ച് നമ്മളിങ്ങനെ മരണം വരെ ഓടിക്കൊണ്ടിരിക്കും. ആ മരണത്തിനപ്പുറം ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ഈ ദുനിയാവിൽ തിരിച്ചറിഞ്ഞ് ജീവിക്കണ്ടേ? അപ്പോഴല്ലേ ദുനിയാവും നാളെ പരലോകം ഒക്കെ നമുക്ക് സ്വർഗാക്കി എടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ അൻ ഗൈരിക് വനവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക് ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم نفر قلوبنا عن غيرك وطهر قلوبنا بنور معرفتك بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم. اللهم طهر قلوبنا عن غيرك ونور قلوبنا. എന്താ ചിന്തിച്ചു നോക്കി. അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ അൻ ഗൈരിക്. പടച്ചോനെ, അഴുക്ക് നിറഞ്ഞ മാലിന്യങ്ങൾ നിറഞ്ഞ ഈ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ച് നിന്നോടുള്ള മഹബത്ത് നിറക്കണേ. അതായത് നീയല്ലാത്തതിൽ നിന്നൊക്കെ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനോടുള്ള പ്രേമം കൊണ്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റണില്ല അല്ലാ. അതൊക്കെ ഒന്ന് ശുദ്ധിയാക്കിയിട്ട് എനിക്ക് നിന്നെ കാണിച്ചു തരണം അല്ലാ. വനവ്വിർ ഖുലൂബനാ ബിന്നൂരി മഅരിഫതിക്. നിന്റെ ഇർഫാനിന്റെ നൂറ്, നിന്നെ കാണാനുള്ള നൂറ്, നിന്നെ അറിയാനുള്ള നൂറ്, ആ നൂറ് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് നീ തരണേ എന്നാണ്. അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ അൻ ഗൈരിക് വനവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക് ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സ്വല്ലല്ലാഹു മണി മുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ സല്ലല്ലാഹു നബിയെ കാരുണ കടലോരെ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു ലാമ തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല താണിയേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധമായ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഹാസുലാക്കുമാറാകട്ടെ. അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ അല്ലാഹു റബ്ബുൽ ആലമീൻ ആജിലും കാമിലുമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാസം തോറും നടന്നു വരുന്ന ദിക്ർ ഹൽക്കയിലേക്ക് മുടങ്ങാതെ 1017 രൂപ സംഭാവന നൽകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. അവരുടെ കുടുംബത്തിലും ജോലിയിലും മറ്റു മേഖലകളിലും എല്ലായിടങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ബിസിനസ്സിലും കുടുംബത്തിലും ബറക്കത്തുണ്ടാകാൻ ഒരു സഹോദരൻ 500 രൂപ എല്ലാ ഹൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഹദിയ ചെയ്തവർ, അത് പാക്ക് ചെയ്യാൻ സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരും നാട്ടുകാരും ചെറിയ കുഞ്ഞു മക്കളടക്കം എല്ലാവർക്കും അല്ലാഹു വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. ആ കുഞ്ഞുങ്ങൾക്ക് അല്ലാഹു ശോഭനമായ ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ കാരണവന്മാർക്ക് ദുആ ചെയ്യാനും
മക്കളുടെയും മകളുടെയും കുട്ടികളുടെയും വിസ പുതുക്കുന്നത് പെട്ടെന്ന് ശരിയായി ലഭിക്കാനും ദുആ ചെയ്യാൻ 500 രൂപ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. തടസ്സങ്ങളെല്ലാം അള്ളാഹു നീക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയറിന്റെ അസുഖം മാറാനും ശാരീരിക ബുദ്ധിമുട്ടുകൾ നീങ്ങാനും 100 രൂപ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് ആജിലും കാമിലുമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്റെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാനും കുടുംബത്തിലും ജോലിയിലും ബറക്കത്തുണ്ടാകാനും 500 രൂപ. അള്ളാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പള്ളിയുടെ 3 ഡോറ് റിപ്പയർ ചെയ്തു തന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലും മറ്റു മേഖലകളിലും എല്ലാവിധ ബറക്കത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്ർ മജ്ലിസിലേക്ക് സംഭാവന ചെയ്ത പ്രവാസികളായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം, അതുപോലെ തന്നെ ഉംറയിലുള്ള സഹോദരന് വേണ്ടിയും അള്ളാഹു റബ്ബുൽ ആലമീൻ അമാലുകളെല്ലാം പൂർത്തീകരിച്ച് ഭംഗിയായി നമ്മളിലേക്ക് എത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മഹലിലെ കാരണവന്മാർ, നമ്മുടെ അദ്രമാനിക്ക കഴിഞ്ഞ ജുമയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അല്ലേ. അത്ര പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇരുന്ന് നിസ്കരിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. അള്ളാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന് പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കാരണവന്മാരിൽപ്പെട്ട അലിയാർക്ക പ്രയാസത്തിലാണ്, അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിന്റെ വെളിച്ചങ്ങളാണ് നമ്മുടെ പ്രായം ചെന്ന നമ്മുടെ ഉമ്മമാർ. അള്ളാഹു എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് കാല് വയ്യ, നടക്കാൻ പറ്റണില്ല, എന്നിട്ടും പാനായിക്കുളത്തുനിന്ന് വരെ ഓടി വരുന്ന കുറെ ഉമ്മമാരുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകുമാറാകട്ടെ. പരിപൂർണ്ണ സൗഖ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഗർഭിണിയായ ഭാര്യയുടെ സുഖപ്രസവത്തിനും സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾക്ക് വേണ്ടിയും വീടുപണി തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എളുപ്പാകാൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. വീട് നിർമ്മാണം എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ നമ്മുടെ പണി നമ്മളിങ്ങനെ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട്. എല്ലാവരും അതിനെ ചേർത്ത് പിടിക്കണം. അള്ളാഹു അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നമ്മുടെ പള്ളി ഒന്ന് ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയിലേക്ക് നിരന്തരം സംഭാവനകൾ നൽകുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുമാറാകട്ടെ. അതുപോലെ എൻ്റെ ഭർത്താവിന് കിഡ്നി സംബന്ധമായ അസുഖം വന്നതിനാൽ ക്രിയാറ്റിൻ ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ചെയ്യാൻ ഇടവരുത്താതെ കുറഞ്ഞു കിട്ടാൻ ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. മകന്റെ ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കാനും ബിസിനസ്സിൽ ബറക്കത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാം റാഹത്തായി പോകാനും അതുപോലെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ 1001 രൂപ പ്രത്യേകം ദിക്ർ മജ്ലിസിലേക്ക് ഹദിയ നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ്ണ ശിഫാ അവന്റെ കാരുണ്യം കൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസുലാക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് അറിയുന്നവനാണ് റബ്ബുൽ ആലമീനായ പടച്ചോൻ. ആ റബ്ബ് കാണുന്നുണ്ട് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ. അള്ളാഹു അതെല്ലാം മാറ്റിത്തന്ന് റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നസ്റ നദറതൻ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മുർറഹീമായ റബ്ബേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. നിന്നോടുള്ള പ്രണയം നൽകണേ അല്ലാഹ്. നിന്നെ തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബിനോടുള്ള അതിരറ്റ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖൽബ് നിറയെ പ്രണയവുമായി സ്വലാത്തുകൾ ചൊല്ലാൻ, ഹബീബായ തങ്ങളെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പാപങ്ങളേറെ ചെയ്തു പോയവരാ, നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു നൽകണേ അല്ലാഹ്. പാപക്കറകളാൽ മൂടിയ ഹൃദയം കൊണ്ട് നിന്നെ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാഹ്. പ്രതീക്ഷ മുഴുവൻ നിന്റെ കാരുണ്യത്തിലാണ് അല്ലാഹ്. ഈ ഖൽബൊന്ന് കഴുകിത്തരണേ അല്ലാഹ്. ഖൽബൊന്ന് വിശാലമാക്കണേ അല്ലാഹ്. നിന്നെ കാണാൻ, നിന്നെ അറിയാൻ, നിന്നെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, മരിക്കുന്നതിന് മുൻപ് നിന്നെ തിരിച്ചറിഞ്ഞ് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ സ്വർഗം എന്തെന്നറിയാതെ, നീയാകുന്ന സ്വർഗം അനുഭവിച്ചറിയാതെ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാഹ്.
പടച്ചോനെ, ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്, നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അത്തരം അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രത്യേകം ഹദിയകൾ നൽകിയവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. ഷാഫിയായ റബ്ബേ, ഷാഫിയായ റബ്ബേ, നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയത്തിനും ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. എല്ലാ രോഗങ്ങളിൽ നിന്നും നീ മുക്തി നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. സന്താനങ്ങളെ, ഇണകളെ നന്നാക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വീടകങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. മാതാപിതാക്കളോട് അദബുള്ള മക്കളാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളെ കാത്ത് പതിയിരിക്കുന്ന എല്ലാ പൈശാചികതകളിൽ നിന്നും, ഞങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ തക്കം പാർത്തിരിക്കുന്നവരിൽ നിന്ന് അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും സന്താനങ്ങൾക്കും ഇണകൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ കാവലേകണേ അല്ലാ. നീ കാവലേകണേ തമ്പുരാനെ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. നിർമ്മാണം എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലേക്ക് ഹദിയ ചെയ്യുന്നവർ, ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് ചീരണി നൽകുന്നതിലേക്ക് ഹദിയ ചെയ്തവർ, അത് പാക്ക് ചെയ്യാൻ ഓടി വന്ന കുഞ്ഞുമക്കളടക്കം എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രവാസികളുണ്ട്, ഖൈർ നൽകണേ അല്ലാ. എല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അവരുടെ വേദനകളെല്ലാം നീ നീക്കണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. പരിശുദ്ധ ഭൂമിയിൽ വന്ന് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ചെയ്യാതെ ആരംഭപ്പൂവായ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് സ്വലാത്തുകൾ, സലാമുകൾ വർഷിക്കാതെ അങ്ങനെ ഒരു അവസരം നൽകപ്പെടാത്ത നിലയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. റസൂലുള്ളാഹിനെ കാണാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ദൂരീകരിക്കണേ അല്ലാ. യാ റബ്ബനാ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുച്ചരിച്ച് ഈമാനോടെ വിട പറയാൻ, പുഞ്ചിരിച്ച് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് കാവൽ നൽകണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് കാവൽ നൽകണയല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ സന്താനങ്ങളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലയല്ല. യാ റബ്ബനാ, പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ യതീമുകളാക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണയല്ല. എല്ലാത്തിലുമുപരി നാളെ സ്വർഗീയ ലോകത്ത് നിന്നെയൊന്ന് കാണാൻ, നൂറ് മുഹമ്മദിൽ ലയിച്ചിരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. നീ എന്ന സ്വർഗ്ഗമാസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. പടച്ചവനേ, ഈ സദസ്സിൽ വന്നിരുന്ന് എല്ലാ പ്രയാസങ്ങളും മാറി സമാധാനത്തോടെ തിരിച്ചു പോകുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നൽകപ്പെടുന്ന ഭക്ഷണത്തിൽ നീ ശിഫാ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ഈ മഹല്ലിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.